2020 റിലീസായ ഐ ആം ദ സീക്രട്ട് ഇൻ യുവർ ഹാർട്ട് എന്ന വളരെ രസകരമായ ഒരു തായ്വാൻ കഥയാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ വാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. വാങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അവൾ ഈ വീഡിയോ കാണുന്ന നമ്മളുടെ പല ആളുകളുടെയും സെയിം സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ പറയും. കാരണം അവൾക്ക് രാവിലെ എണ്ണിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ്. എനിക്കും പൊതുവെ രാവിലെ എണ്ണിക്കുന്നത് വളരെ മടിയുള്ള കാര്യമാണെങ്കിലും എണ്ണീറ്റല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ എണ്ണിക്കുന്നു. അതേ കണക്കാണോ നിങ്ങൾ? വാങ് അതേ കണക്കാണ് കേട്ടോ. സ്കൂളുള്ള ദിവസങ്ങളിലും അവൾക്ക് കിടന്ന് ഉറങ്ങാനായിട്ടാണ് താല്പര്യം. അവളുടെ അമ്മ അവളിങ്ങനെ ഉറങ്ങുന്നത് കണ്ടാലും സാധാരണ അമ്മമാര് 7 മണിക്ക് വിളിക്കാൻ പറഞ്ഞാൽ 6 മണിക്ക് 7 മണിയായി എന്ന് പറഞ്ഞ് വിളിക്കുന്ന കണക്കോ ഒന്നും തന്നെ അവളെ വിളിക്കാറില്ല. പുള്ളിക്കാരി എന്റെ മോള് കിടന്ന് ഉറങ്ങല്ലേ, നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ടു കിടന്ന് ഉറങ്ങല്ലേ, അവൾ ഉറങ്ങട്ടെ, വെറുതെ അവളുടെ സ്വപ്നമൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്തിനാ എന്ന ആ ഒരു മട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റ് ആയിട്ടാണ് അവൾ എല്ലാ ദിവസവും എണ്ണിക്കുന്നത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ധൃതി പിടിച്ച് സ്കൂളിലേക്ക് പോകാനായി റെഡി ആവേണ്ടി വരുന്നു. ഇങ്ങനെ റെഡി ആവുന്ന സമയത്ത് ഒന്നെങ്കിൽ പല്ല് തേക്കാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഒക്കെ മറക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഫുഡ് എടുത്തോണ്ട് പോകാനേ മറക്കുന്നില്ല. കാരണം അമ്മ അപ്പോഴേക്കും അവൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ലേറ്റ് ആയിട്ട് പോകാനേ വരുന്ന അവളെ വീടിന്റെ അവിടുന്ന് പിക്ക് ചെയ്യുന്നത് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയ സോങ് ആണ്. സോങ്ങും വാങ്ങും ഭയങ്കര കൂട്ടാണ്. കുട്ടിക്കാലം മുതൽ അവർ ഒന്നിച്ചാണ്. ഏതാണ്ട് സിബ്ലിങ്സ് കണക്കാണെന്നും പറയാം. സോങ്ങിന് അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് അവൻ വാങ്ങിന്റെ ഫാമിലിയായി ഭയങ്കര ക്ലോസും ആണ്. അങ്ങനെ അവർ ഒന്നിച്ച് സ്കൂളിലേക്ക് എത്തുന്നു. സ്കൂളിലെത്തിയാലും അവളുടെ കാര്യങ്ങൾ വളരെ കെയറോട് കൂടി സോങ് കൂടെ നിന്ന് നോക്കാറുണ്ട്. അങ്ങനെ ഇരിക്കാണ് ഇവരുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ പയ്യൻ എത്തുന്നത്. അവന്റെ പേര് ചെങ് എന്നായിരുന്നു. ചെങ് ചൈനയിലെ വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു ഹൈസ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി വരുന്നതാണ്. അത്രയും നല്ല സ്കൂളിൽ നിന്ന് ഈ സ്കൂളിലോട്ട് എന്തിനവൻ ട്രാൻസ്ഫർ ആയി വന്നു എന്നത് ഇവൻ അവിടെ കാണുന്ന കുട്ടികൾക്കൊക്കെ ഡൗട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവൻ എന്തിനങ്ങനെ ട്രാൻസ്ഫർ ആയി എന്നത് ചോദിച്ചാലോട്ട് മറുപടി പറയുന്നില്ല. പിന്നെ അവനൊരു ഓർഡിനറി സ്റ്റുഡന്റ് ആയിരുന്നില്ല. ആർച്ചറിയിലും നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിലും ഒക്കെ തന്നെ അവൻ ചാമ്പ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ന്യൂ കമറായി എല്ലാവരും അവനെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. പറഞ്ഞു വരുമ്പോ നമ്മുടെ വാങ്ങിന് പോലും ചെങ്ങിനെ കാണുമ്പോ ഒരു താല്പര്യം തോന്നുന്നുണ്ട്. അവനൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാമെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായി വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഫുഡ് അവന് കൊടുത്ത് അവനെ ഇംപ്രസ് ചെയ്യാനൊക്കെ അവൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല എന്ന് മാത്രമല്ല മറ്റു പെമ്പിള്ളാരൊക്കെ തന്നെ അവനെയാണ് ശ്രദ്ധിക്കുന്നത് എന്നത് കാണുമ്പോൾ അവൾക്കത് വല്ലാത്ത അസൂയയും ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവളും അവനെ നോട്ടിട്ടിരിക്കല്ലേ. ഇതേ സമയം നമ്മുടെ സോങ്ങിന് ഒരു ക്രഷ് ഉണ്ട്. അത് അവൻ മെമ്പർ ആയിരിക്കുന്ന സ്കൂൾ ബാൻഡിലെ തന്നെ ഒരു പെൺകുട്ടിയായ സിംഗ് ആണ്. ആ സ്കൂളിലെ തന്നെ ഒരു പോപ്പുലർ പെൺകുട്ടിയാണ്. അവന് വാങ്ങിന്റെ കാര്യത്തില് വളരെ കൺസേൺ ഉണ്ട്. ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി വാങ്ങാണ്. പക്ഷെ ഒരാള് അവളെക്കാളും സുന്ദരിയായിട്ടുണ്ട് എന്ന് അവൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് ഈ സിംഗ് ആണ്. വാങ്ങിനാകട്ടെ സിംഗും സോങ്ങും പ്രണയത്തിലാവുന്നതിൽ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെ ഒന്നിപ്പിക്കാം എന്ന് വിചാരിച്ചിരുന്ന അവളിപ്പതേ പക്ഷെ ചെങ്ങിനെ കണ്ട ശേഷം എന്റെ കാര്യം ഒന്ന് സെറ്റ് ആക്കട്ടെ എന്നിട്ടല്ലേ അവന്റെ കാര്യം എന്ന മട്ടില് അവളുടെ കാര്യത്തിൽ ബിസി ആവുന്നു. ഇതേ സമയം ചെങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അവന്റെ അമ്മ വളരെ ബിസിയായി ബിസിനസ്സും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിഇഒ ആണ്. പുള്ളിക്കാരി എപ്പോഴും ജോലി സംബന്ധമായൊക്കെ വിദേശത്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയാണ് ചെങ് കൂടുതൽ സമയവും ഉള്ളത്. അവന്റെ മുത്തശ്ശിക്ക് മറവി രോഗമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ഗ്രാൻഡ് പേരൻസിന്റെ കാര്യങ്ങൾ നോക്കി അങ്ങനെ കൂടുതൽ ടൈം വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ അവന് പിന്നെ ആകെപ്പാടെയുള്ള ഒരു കമ്പനി അവന്റെ വളർത്തു നായക്കുട്ടിയാണ്. അതിനോടാണ് അവനൊരു ഫ്രണ്ട് എന്ന പോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ചെങ്ങിനെ എങ്ങനെയെങ്കിലും ലൈൻ അടിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന വാങ് ഫ്രീ ടൈം ഉള്ളപ്പോഴൊക്കെ അവനെ ഫോളോ ചെയ്യാനായി തുടങ്ങുന്നു. അങ്ങനെ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നവൾ അവന്റെ ഡോഗിനെ കണ്ട് അതിനെ ബ്ലാക്കി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആക്ച്വലി ആ ഡോഗിനെ ബ്ലാക്കി എന്ന് അവൻ വിളിക്കാറുണ്ട്. പക്ഷെ അത് അവൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ഇവളാകട്ടെ ഇങ്ങനെ വന്ന് ബ്ലാക്കി എന്ന് ആ ഡോഗിനെ വിളിക്കുമ്പോൾ അവളെ തന്റെ ഇപ്പോഴത്തെ സ്കൂളിലെ ക്ലാസ്മേറ്റ് ആയിട്ട് മാത്രമേ ചെങ്ങിന് അറിയൂ. പക്ഷെ അവൾ ആ ഡോഗിനെ ബ്ലാക്കി എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവൻ അവന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഓർക്കുന്നുണ്ട്. അവന് വലിയ കാര്യമായിരുന്നു ആ പെൺകുട്ടി. അവള് ഈ ഡോഗിനെ ബ്ലാക്കി എന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അന്നും അവനൊരു ബ്ലാക്ക് ഡോഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആ പെൺകുട്ടിയുമായി അവൻ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴേ അവൻ ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടിയുടെ ഫോട്ടോ നോക്കി ഇരിക്കാറുണ്ട്. ഇവള് വന്നിങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവൻ സത്യത്തിൽ ആ പെൺകുട്ടിയെ തന്നെയാണ് ഓർക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ആ ഒരു ഡോഗ് ഉണ്ടല്ലോ അതെന്തോ ഒരു ശബ്ദം കേട്ട് ഓടുമ്പോഴേക്കും ചെങ് അതിന്റെ പുറകെ ഓടുന്നതിന് മുന്നേ വാങ് അതിന്റെ പുറകെ ഓടുന്നുണ്ട്. അങ്ങനെ ആ ഡോഗിനെ അത് റോഡിലേക്ക് ഓടുന്നത് കണ്ട് പ്രൊട്ടക്ട് ചെയ്യാനായി ഓടി ചെല്ലുന്ന വാങ് ഒരു അപകടത്തിൽ പെടേണ്ടതായിരുന്നു. ചെറുതായിട്ട് അവൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. ഇത് കണ്ട് പുറകെ ഓടി വന്ന ചെങ്ങിന് ടെൻഷൻ ആവുമ്പോ ഒരു കുഴപ്പമില്ലെന്നേ, എനിക്ക് പണ്ട് മുതലേ പയ്യന്മാരുടെ കൂടെ കമ്പനി, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ഒരു ബോയാ, അതുകൊണ്ട് ഇതുപോലെ ഓടിയും ചാടിയൊക്കെ പരിക്ക് പറ്റി നല്ല ശീലമുണ്ട്, ഒരു കുഴപ്പമില്ലെന്നല്ല അവള് പറയുന്നു. സാധാരണ പെമ്പിള്ളാര് കൂട്ടുകാർ കളിക്കുന്ന ടീമിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി പാവയൊക്കെ വെച്ച് കളിക്കാം. ആമ്പിള്ളേരാകുമ്പോൾ ഓടി ചാടി കളിച്ച് വീണ് പരിക്കേൽക്കുന്നൊക്കെ ഒരു സ്വാഭാവിക കാര്യമാണല്ലോ. അവൾ അത് വെച്ച് പറയുന്നതാണ്. ഈ സമയത്ത് അവൾ ഇങ്ങനെ നടന്നു പോകുന്ന ടീം അവന് വീണ്ടും അവന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഓർമ്മ വരുന്നു. ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ അവന്റെ ഉണ്ടെങ്കിലും അവനെന്തോ അവളോട് ഇത് നീ തന്നെയാണോ എന്നൊന്നും ചോദിക്കാനായി നിൽക്കുന്നില്ല. കാരണം അവൻ വളരെ പ്രൈവറ്റ് ആയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ ആരെയും കാണിക്കാനായി അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് പല കാര്യങ്ങൾ അവൾ ചെയ്യുന്നത് കണ്ട് തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായി വല്ലാതെ സാമ്യം തോന്നുന്ന അവൻ ഇവള് തന്നെ ആയിരിക്കും അതെന്ന് ഉറപ്പിക്കുന്നത്. അതിനെപ്പറ്റി മുത്തശ്ശനോട് അവൻ പറയുന്നുണ്ട്, മുത്തശ്ശ എന്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ ഞാൻ കണ്ടുപിടിച്ചു
കണ്ടുപിടിച്ചു. പക്ഷെ അവൾക്ക് എന്നെ ഓർമ്മ പോലും ഇല്ല എന്നല്ല. അത് കേൾക്കുന്ന മുത്തശ്ശൻ അവൾക്ക് നീ വളരെ പ്രഷ്യസ് ആണെങ്കിൽ ഒരിക്കലും ഒരു ശതമാനം പോലും നിന്നെ ഓർക്കാത്ത അളവില് നിന്നെ മറക്കാനായി കഴിയില്ല. അതുകൊണ്ട് അവൾ ഈ ഒരു സമയത്ത് നിന്നെ ഓർത്തെടുക്കുന്നില്ല എന്ന് കരുതി നിന്നെ ഓർക്കില്ല എന്നതിന് അർത്ഥമില്ല. നീ അവളുടെ ഓർമ്മയിലേക്ക് തിരിച്ചെത്തണം. നീ ആരാണെന്നത് അവൾക്ക് ബോധ്യപ്പെടണമെന്ന് മുത്തശ്ശൻ അവനോട് പറയുന്നു. അങ്ങനെ എന്തായാലും മനസ്സിൽ അവളെ പറ്റി തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാതെ ചെങ്ങാകട്ടെ നൈസായിട്ട് വാങ്ങിന്റെ മുന്നിൽ അവൻ ആരാണെന്നത് അവൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നത് ഓർമ്മപ്പെടുത്തിയെടുക്കാനായി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ സോങ് കാണുമ്പോൾ അവന് ഭയങ്കര അസൂയ തോന്നുന്നുണ്ട്. കാരണം അവൻ വാങ്ങിനെ അവന്റെ സംതിങ് സ്പെഷ്യൽ ആയിട്ട് കണ്ടു നടക്കുകയായിരുന്നു. ഇവരെപ്പോഴും ഒന്നിച്ചാണല്ലോ. പക്ഷേ ഈ ചെങ്ങ് വന്ന ശേഷമാണ് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതെന്ന് സോങ്ങിന് തോന്നുകയും അവൻ തക്കം കിട്ടുമ്പോൾ ചെങ്ങുമായി അതിന്റെ പേരിൽ അടി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ചെങ്ങും നല്ലത് തിരിച്ച് സോങ്ങിന് നൽകുന്നുണ്ട്. വാങ്ങിനാണെങ്കിൽ മുന്നേ വീണില്ലേ ഡോഗിന്റെ പുറകെ പോയി. അതിനുശേഷം കാലിന് പരിക്കേറ്റിരുന്നല്ലോ. അവള് സ്റ്റെപ്പ് കയറാനൊക്കെ പാടുപെടുമ്പോ അവൾ കഷ്ടപ്പെടണ്ടെന്ന് കരുതി സോങ് സഹായിക്കാനായി എത്തുന്നുണ്ടെങ്കിലും അവൻ ചെങ്ങുമായി അടിയുണ്ടാക്കിയതിന്റെ പേരിൽ അവനോട് പിണങ്ങി നടക്കുകയായിരുന്നു വാങ്. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ സഹായം സ്വീകരിക്കുന്നില്ല. കുശുമ്പ് സഹിക്കാനാവാതെ സോങ് ഇപ്പൊ നിനക്ക് ചെങ്ങനെ കിട്ടിയപ്പോ അവനായില്ലേ വലിയ ആള്. അപ്പൊ എനിക്ക് പകരം അവനാണ് നിന്നെ സഹായിക്കാനായി വരുന്നതെങ്കിൽ നീ അവന്റെ സഹായം അക്സെപ്റ്റ് ചെയ്യില്ലേ എന്നൊക്കെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴും അവൾ അതൊന്നും മൈൻഡ് ആക്കാതെ പോന്നു. അന്നാകട്ടെ ചെങ്ങ് ക്ലാസ്സിന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവൻ എന്തു പറ്റിയെന്ന് ആകെ ടെൻഷൻ ആവുന്ന അവൾ അന്ന് ക്ലാസ് കഴിയുമ്പോൾ അവനെ കാണാനായി പോകാൻ തീരുമാനിക്കുന്നു. പക്ഷെ ചുമ്മാ അതങ്ങ് പോയാൽ അവൻ എന്ത് വിചാരിക്കുന്നു കരുതി ക്ലാസ്സിൽ പഠിപ്പിച്ച നോട്ട്സ് കൊടുക്കാനായി ഒരു ക്ലാസ്മേറ്റ് പോകുന്നു എന്ന രീതിക്ക് പോകാമെന്ന് കരുതുന്നുണ്ട്. സോങ്ങും ചെങ്ങും കൂടി വഴക്കിട്ടത് അന്ന് രാവിലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ അവൾ കണ്ടിരുന്നില്ല. ഇപ്പൊ അവന്റെ വീട്ടിൽ പോകുമ്പോൾ അവന്റെ മുഖത്തൊക്കെ അടികൊണ്ട പാട് കാണുന്ന അവൾക്ക് കുറച്ച് സങ്കടാവുന്നുണ്ട്. എന്തായാലും അവൾ അന്ന് അവിടെ വീട്ടിലുള്ളപ്പോ മുത്തശ്ശൻ വീട്ടിലുണ്ടായിരുന്നില്ല. മുത്തശ്ശിക്കാണെങ്കിൽ മറവി രോഗം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശി അന്ന് കുറച്ച് വയലന്റ് ആയിട്ടൊക്കെ അവിടെ പെരുമാറുന്നുണ്ട്. ഈ സമയത്ത് ചെങ്ങിന് ഒറ്റയ്ക്കായിരുന്നെങ്കിലും മുത്തശ്ശിയെ ചിലപ്പോ ഹാൻഡിൽ ചെയ്യാനായി ബുദ്ധിമുട്ടായനെ. വാങ്ങും കൂടി അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചുകൂടെ എളുപ്പം അവന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായി സാധിക്കുന്നു. അവൻ അതിന്റെ പേരിൽ അവളോട് നന്ദി പറയുമ്പോൾ അവൾക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ തിരിച്ചെത്തി കഴിയുമ്പോൾ വാങ് ഇന്നിവിടെ വന്നിരുന്നു. അവളാണ് ഞാൻ പറഞ്ഞ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചെങ്ങ മുത്തശ്ശനോട് പറയുമ്പോൾ എന്നിട്ട് അവൾ നിന്നെ ഓർത്തോന്നായിരുന്നു മുത്തശ്ശന്റെ ചോദ്യം. ഇല്ല, അതിന് സാധിച്ചില്ല എന്ന് അവൻ വളരെ നിരാശയോടുകൂടി പറയുന്നു. അല്ല മുത്തശ്ശ, എനിക്കൊരു സംശയം. മുത്തശ്ശിക്ക് മറവി രോഗമാണല്ലോ. മുത്തശ്ശി കൊച്ചുമകനായ എന്നെ പോലെ ഓർക്കുന്നില്ല. പക്ഷെ മുത്തശ്ശന്റെ മുഖം മാത്രമാണ് മുത്തശ്ശിക്ക് വളരെയേറെ ഓർമ്മയുള്ളത്. മുത്തശ്ശൻ വീട്ടിലുള്ളപ്പോഴൊന്നും മുത്തശ്ശി ഇന്ന് മുത്തശ്ശൻ ഇല്ലാത്തപ്പോ വയലന്റ് ആയ കണക്ക് വയലന്റ് ആയി ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെന്താ മുത്തശ്ശിക്ക് ഇത്ര വലിയ മറവി രോഗം ഉണ്ടായിട്ടും മുത്തശ്ശിനെ മാത്രം മറക്കാത്തത് എന്നതായിരുന്നു. തന്റെ മറവി രോഗമില്ലാത്ത ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന് തന്നെ ഓർമ്മയില്ലല്ലോ, അതെന്തായിരിക്കും എന്നതാണ് അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന മുത്തശ്ശൻ ഞാനും നിന്റെ മുത്തശ്ശിയും ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ എനിക്ക് അവൾക്ക് നൽകാനായി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറവി ഒരു രീതിയിലും എന്നെ അവളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയില്ലാന്ന് മുത്തശ്ശനും വളരെ കോൺഫിഡന്റ് ആയി പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ ടീം വാങ്ങിന്റെ കൂടെ ചെലവഴിക്കാനായി തീരുമാനിക്കുന്നു. ക്ലാസ്സിലുള്ളപ്പോ അവൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ അവൾക്ക് ഫ്രീ ടീമിൽ പഠിപ്പിച്ചു കൊടുക്കുകയും അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയും അങ്ങനെ പല കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളും പതിയെ അവനുമായി വളരെയധികം ക്ലോസ് ആവുന്നു. പക്ഷെ അതിനിടയിൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത സോങ് ഒരു സഹായം വാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അത് അവനൊരു മ്യൂസിക് ക്ലബിലെ മെമ്പർ ആണെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പൊ അവർക്കൊരു പ്രോഗ്രാമിന് വേണ്ടി അവളെ ആവശ്യമുണ്ട്. അതായത് അവരുടെ ബാൻഡിന്റെ ഹോസ്റ്റിന് ചില പ്രശ്നങ്ങൾ മൂലം പങ്കെടുക്കാനായി സാധിക്കില്ല. അതുകൊണ്ട് അവരെ റീപ്ലേസ് ചെയ്യാനായി വാങ്ങിന് എത്താൻ സാധിക്കുമെന്നതായിരുന്നു സോങ് ചോദിക്കുന്നത്. അവൾ അതിന് തയ്യാറാവാത്തപ്പോ അവൻ വളരെയധികം റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. കൂടാതെ അവൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാം കാണാനായി പ്രത്യേകം അവൾ ചെങ്ങിനെ ക്ഷണിക്കുന്നുമുണ്ട്. ഇന്ത്യ ടീം അന്നവരുടെ ആ ഒരു ബാൻഡിന്റെ പെർഫോമൻസിന് മുന്നേ ലാസ്റ്റ് മിനിറ്റ് തയ്യാറെടുപ്പൊക്കെ നടക്കുന്ന ടീം സോങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് സിംഗ്, ഞാൻ പറഞ്ഞിരുന്നില്ല ഇവരുടെ സ്കൂളിലെ തന്നെ വളരെ പോപ്പുലർ ആയ പെൺകുട്ടി സിംഗ് ആണ്. ഒപ്പം തന്നെ അവൾ സോങ് ഉള്ള അതേ ബാൻഡിലെ മെമ്പറും ആണെന്നും അവൾക്ക് സോങ്ങിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. പറഞ്ഞു വരുമ്പോ സിംഗ് സുന്ദരിയാണ്, വാങ്ങിനേക്കാൾ സുന്ദരി സിംഗ് ആണെന്നൊക്കെ സോങ് പറയുമെങ്കിലും അവനൊരു ഇഷ്ടത്തിന്റെ രീതിക്ക് വാങ് തന്നെയാണ് സ്പെഷ്യൽ. പക്ഷെ താൻ ഇഷ്ടപ്പെടുന്ന സോങ്ങിന് വാങ്ങിനെയാണ് ഇഷ്ടം എന്നറിയാവുന്ന സിംഗ് ഇപ്പൊ അവനോട് നീ എത്രത്തോളം വാങ്ങിന്റെ പുറകെ നടന്നാലും അവള് നിന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളെ സംബന്ധിച്ച് നീ ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിക്ക് മാത്രമാണ്. അവൾക്ക് ആ ചെങ്ങുമായിട്ടാണ് കമ്പനി മുഴുവൻ. നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ എന്നെ തിരിച്ച് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് അവള് തന്നെയാണ് സ്പെഷ്യൽ എന്ന് സോങ് പറയുന്നത് സിംഗിനെ അപ്സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അന്ന് അവർ ബാൻഡിന്റെ പെർഫോമൻസിന്റെ സ്റ്റേജിൽ കയറുമ്പോൾ മനസ്സിൽ ഈ ഒരു സങ്കടം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായി പെർഫോം ചെയ്യാനേ സാധിക്കുന്നില്ല. അവൾ ഇൻസ്ട്രുമെന്റ് വായിക്കേണ്ട ഒരു സമയം എത്തുമ്പോൾ അവൾ സ്റ്റക്ക് ആയിരിക്കുകയാണ്. എല്ലാവരും അവളെ ഇത് എന്ത് പറ്റിയെന്ന് മറ്റുള്ളത് തുറച്ചു നോക്കുമ്പോഴേക്കും അവൾ ആ ഒരു വേദി വിട്ട് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും ആകെ കൺഫ്യൂസ്ഡ് ആണ്. കോൺസെർട്ട് കാണാനായി വന്നിരുന്നവർ പോലും ഇത് എന്തിപ്പോ ഇവിടെ നടക്കുന്നെന്ന് മറ്റുള്ള മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടി വളരെ മനോഹരമായി പാട്ടുപാടി വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ആരാണ് ഈ ഒരു സ്വീറ്റ് വോയിസിനുടമയെന്ന് എല്ലാവരും വളരെ അൺഎക്സ്പെക്ടഡ് ആയി എന്തിവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതിരുന്ന ഒരു മൊമെന്റ് ഇത്രയും മനോഹരമായ ഒരു പാട്ട് കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല, വാങ്ങായിരുന്നു. അവൾ മനോഹരമായി പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ അവൾ ആ സ്റ്റേജിലേക്ക് പാട്ട് പാടി കയറുമ്പോൾ പെട്ടെന്ന് ബാൻഡിലെ മറ്റു മെമ്പേഴ്സും നന്നായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ഓഡിയൻസും ആ ഒരു കോൺസെർട്ട് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വാങ്ങിന്റെ കൂടെ ആ ഒരു വേദിയിൽ വളരെ സന്തോഷമായി സോങ് പെർഫോം ചെയ്യുന്നുണ്ട്. അത് അവന്റെ ബാൻഡിന്റെ പെർഫോമൻസ് കുളമാവാതെ പെട്ടെന്ന് അവൾ ഒരു എൻട്രി കൊടുത്ത് സഹായിച്ചു എന്ന പേരിലുള്ള ഒരു സന്തോഷം മാത്രമല്ല, മറിച്ച് അവൾ
അവളോടുള്ള അവന്റെ താല്പര്യം കൂടെ അവൾ പെർഫോം ചെയ്യുന്നതിന്റെ ഒരു സന്തോഷം ഒക്കെ കൂടി അവിടെ കാണാം. അങ്ങനെ അവർ എൻജോയ് ചെയ്ത് അവിടെ പെർഫോം ചെയ്യുമ്പോൾ കേട്ടിരിക്കുന്ന ഓഡിയൻസും അത് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഒരാൾക്ക് അത് ഭയങ്കര സങ്കടമാവുന്നു. അത് ചെങ്ങിനാണ്. അവനെ വാങ് പെർഫോമൻസ് കാണാനായി ക്ഷണിച്ചിരുന്നല്ലോ. അവൻ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എത്തുമ്പോ അവൻ കാണുന്നുണ്ട് വാങ്ങും സോങ്ങും സന്തോഷമായിട്ട് ഇങ്ങനെ പാട്ടുപാടി വേദിയിൽ നിൽക്കുന്നതാണ്. അത് അവനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇവര് നല്ല പേരാണ്, നല്ല രസമുണ്ടല്ലോ ഇവരുടെ പാട്ട്, എന്ത് കെമിസ്ട്രി ആണെന്നൊക്കെ പറഞ്ഞ് അവന്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ വേദിയിൽ നിൽക്കുന്നവരെ ചീർ ചെയ്യുന്നതാണ് അവനെ കൂടുതൽ സങ്കടപ്പെടുത്തിയത്. അങ്ങനെ അവിടെ നിന്ന് മനസ്സിൽ വളരെ വിഷമത്തില് മടങ്ങി പോകുന്ന ചെങ്ങ് പിന്നീട് വാങ് അവനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുമ്പോഴൊന്നും തന്നെ അവളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ അയച്ചിരുന്നില്ല. അതായത് പ്രോഗ്രാമിന് അവൻ എത്തണമെന്ന് പറഞ്ഞിട്ട് എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ അവൾ അയച്ച മെസ്സേജിനാണ് അവൻ റിപ്ലൈ അയക്കാതിരുന്നത്. ഇവളാകട്ടെ അവന്റെ റിപ്ലൈ വരാതെ ആകെ സങ്കടത്തിലാവുന്ന കാഴ്ച കാണുന്ന സോങ് അല്ലെങ്കിലും ഈ ചെങ് ഇങ്ങനെയാ, അവനെയൊക്കെ ആരെയും മൈൻഡ് ചെയ്യോ, അവൻ വളരെ കോൾഡ് ഹാർട്ടഡാ, അവൻ എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയില്ല, ഒരു വല്ലാത്ത സ്വഭാവം തന്നെ എന്നെല്ലാം കുറ്റം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവൻ എന്ത് പറ്റി, ഇവനെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ നല്ല കമ്പനിയായി അപ്പോഴേക്കും മാറിയിട്ടുണ്ടായിരുന്നല്ലോ. കൂടാതെ ഇവർ രണ്ടുപേരും കൂടി സെയിം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ കപ്പിളൊക്കെ ചിലപ്പോൾ ഒരേ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കില്ല, അതേ കണക്കൊക്കെ. ഇവർ ഒഫീഷ്യൽ ഐ ലവ് യു പറഞ്ഞില്ലെങ്കിലും ആ രീതിക്കൊക്കെ ഇവർക്കിടയിൽ വലിയൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാവാനായി അവൾ അടുത്ത ദിവസം അവനെ സ്കൂളിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കാനായി നോക്കുന്നുണ്ട്. റൂഫ് ടോപ്പിൽ വെച്ച് കണ്ടുമുട്ടി സംസാരിക്കുന്ന ടീ എന്നോട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കേണ്ട, എനിക്ക് തിരിച്ചു കാണിക്കാനും താല്പര്യമില്ല, മറ്റൊരു പയ്യന്റെ റിലേഷൻഷിപ്പിൽ കൈ കടത്താൻ മാത്രം ചീപ്പല്ല ഞാനെന്ന് ചെങ്ങ് പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് വാങ്ങും സോങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് വരാൻ അവൻ ഒരിക്കലും താല്പര്യമില്ല എന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു ബന്ധവും വാങ്ങിന് സോങ്ങിനോടില്ല. അവളെ സംബന്ധിച്ച് അവൻ നല്ലൊരു ബ്രദർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിക്കാണ്. അതുകൊണ്ട് തന്നെ ചെങ്ങ് എന്താ ഈ പറയുന്നതെന്ന് അവൾക്ക് ആദ്യം പിടി കിട്ടുന്നുമില്ല. അവൾക്കൊന്നും അവനോട് എക്സ്പ്ലെയിൻ ചെയ്യാനായി പോലും കഴിയുന്നില്ല. ചെങ്ങ് വിശ്വസിക്കുന്നത് വാങ്ങിന് സോങ്ങിനെയാണ് ഇഷ്ടം, അവർ തമ്മിലുള്ള അടുപ്പം കാണിക്കാനായിട്ടാണ്, അവർ ഒന്നിച്ച് പെർഫോം ചെയ്യുന്നത് കാണിക്കാനായിട്ടാണ് ആ ഒരു കോൺസെർട്ട് കാണാനായി അവൾ അവനെ ക്ഷണിച്ചതെന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ച് അവൾ പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പിണങ്ങി പോകുന്നു. എന്തായാലും ചെങ്ങിന്റെ ഈ ആറ്റിറ്റ്യൂഡ് വാങ്ങിനെ ഭയങ്കര സങ്കടത്തിലാക്കുന്നുണ്ട്. അവള് ക്ലാസ്സിനൊന്നും പോവാതെ അവിടെ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവളെ ബ്രേക്ക് ടൈമിൽ പോലും കാണാതാവുമ്പോ സോങ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. അവൾ ഈ റൂഫ് ടോപ്പിന്റെ ഇവിടെ തന്നെ കാണുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. കാരണം സങ്കടം വരുമ്പോഴൊക്കെ അവൾ ഇവിടെ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ള അവൻ അവൾക്ക് ഫേവറേറ്റ് ആയ ബോബ ടീ വാങ്ങി നേരെ അവിടേക്ക് പോകുന്നു. ചെങ്ങാണ് അവളുടെ സങ്കടത്തിന് കാരണമെന്ന് മനസ്സിലാവുമ്പോ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ലോകത്തെ എല്ലാ പയ്യന്മാരും നിന്നെ സങ്കടപ്പെടുത്തും, പക്ഷെ ഞാൻ മാത്രം നിന്നെ സങ്കടപ്പെടുത്തില്ല, കാരണം ഞാൻ അത്രയേറെ നിന്നെ പറ്റി കെയർ ചെയ്യുന്നുണ്ടെന്ന് ഉള്ളിലുള്ള ഇഷ്ടം ഇൻഡയറക്റ്റ് ആയി അവളോട് അവൻ പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നത് പ്രണയമാണെന്ന് മനസ്സിലാക്കാതെ അവൾ, അത് ശരിയാടാ, നീ മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ, അതിന് താങ്ക്സ് എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുന്നു. അവനാകട്ടെ അവളെ ഹാപ്പി ആക്കാനായി ഗെയിമിംഗ് സെന്ററിലേക്കൊക്കെ കൊണ്ടുപോയി രണ്ടുപേരും മനസ്സറിഞ്ഞ് ഗെയിം കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹാപ്പിയായി. അങ്ങനെയൊക്കെ പുറമെ ഹാപ്പിയായി കാണിക്കുന്നുണ്ടെങ്കിലും അവൾ അപ്പോഴും ചെങ്ങ് അവളോട് പറഞ്ഞ വാക്കും അവളെ ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കൊണ്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്തായാലും പിന്നീട് ക്ലാസ്സിലിരിക്കുന്ന ടീം പഠനത്തിൽ വളരെ മോശമായിട്ടുള്ള വാങ്ങിനെ സാറ് വളരെ മോശമായി വഴക്ക് പറയുന്നുണ്ട്. പഠിക്കാത്തവൾ വലിയൊരു ബിഗ് സീറോ ആണെന്നൊക്കെ പറഞ്ഞ് സാറ് കുറച്ച് ഹാർഷായി സംസാരിക്കുമ്പോൾ അവൾ അതൊക്കെ കേട്ട് മിണ്ടാതെ സങ്കടത്തിൽ നിൽക്കുവാണെങ്കിൽ ചെങ്ങിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഒരാളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അല്ല അയാളുടെ ലൈഫ് മുഴുവൻ അയാളെ വേട്ടയാടുന്ന ഒരു കാര്യം. പഠനത്തിൽ മോശമായവരൊക്കെ ലൈഫിൽ മോശമായി പോയിട്ടുണ്ടെന്നും പറയാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ സാറിനെതിരെ സംസാരിക്കുമ്പോൾ സാർ അവനെ പണിഷ് ചെയ്യാനായി കൊണ്ടുപോകുന്നുണ്ട്, സാറിതല്ല പറഞ്ഞതിന്റെ പേരിൽ. അപ്പോഴേക്കും ഇവനും സോങ്ങും കൂടി ഇടയ്ക്ക് വഴക്കുണ്ടാക്കിയിരുന്നല്ലോ, അതിന്റെ CCTV ഫുട്ടേജും കിട്ടി, അതും കുത്തിപ്പൊക്കുന്നുണ്ട്. ഇതിൽ ആരെ ബുള്ളി ചെയ്യുകയായിരുന്നു, ആരാണ് അടി ഉണ്ടാക്കിയതെന്ന പേരിൽ ഇവർക്കിടയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായി നോക്കുമ്പോൾ രണ്ടുപേരും വിട്ടുകൊടുത്ത് സംസാരിക്കുന്നില്ല. അതായത് ഇവനാണ് എന്നെ അടിച്ചത് അല്ലെങ്കിൽ അവനാണ് എന്നെ അടിച്ചതെന്ന് രണ്ടുപേരും പറയുന്നില്ല. അങ്ങനെ ഇവർക്ക് പരാതി ഇല്ലാണ്ടാവുമ്പോൾ അതിന്റെ പേരിൽ നടപടി എടുക്കുന്നില്ല. എന്നിരുന്നാലും രണ്ടുപേരെയും ഒരു പാഠം പഠിപ്പിക്കണം എന്ന രീതിക്ക് സാറാകട്ടെ അവർക്ക് ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു സൈക്ലിങ്ങിന്റെ ടാസ്ക് ആയിരുന്നു അത്. അതും ചെയ്തുകൊണ്ട് അവർ ഇരിക്കുന്ന ടീം സത്യത്തിൽ സോങ് ആണ് ചെങ്ങിന്റെ അടുത്ത് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനായി പോയത്, വാങ്ങിന്റെ കാര്യത്തിലുള്ള ഇഷ്ടക്കേടുകൊണ്ട്. എന്നിട്ടും എന്താ നീ എന്നെ സാറിന്റെ മുന്നിൽ ചൂണ്ടി കാണിക്കാതിരുന്നത് എന്നത് അവൻ ചോദിക്കുന്ന ടീം, ഓ ഞാൻ വീക്കായിട്ടാണ് നീ എന്നെ തല്ലാനായി വന്നതെന്ന ഒരു ഇംപ്രഷൻ സാറിന്റെ ഉള്ളിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് അവൻ പറയുന്നു. സത്യത്തിൽ അതൊന്നും അല്ല, അവന് സോങ്ങിനോടൊന്നും വഴക്കുണ്ടാക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അവൻ മനഃപൂർവ്വം തന്നെ വിട്ടുകൊടുത്തതാണ്. എന്തായാലും അങ്ങനെ അവരവിടെ ഉള്ളപ്പോ സോങ് പറയുന്നുണ്ട്, നീ കാരണം വാങ് കരയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്, അവള് നീ കാരണം കുറെ സങ്കടപ്പെടുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് സഹിക്കില്ല എന്നല്ല. എന്നാലും അങ്ങനെ എനിക്ക് ചെങ്ങിന്റെ ബർത്ത്ഡേ ദിവസം വരുന്നു. അത് മനസ്സിലാക്കുന്ന വാങ് ക്ലാസ് കഴിഞ്ഞ് അവൻ ഫ്രീ ആയി വീട്ടിലേക്ക് പോകുന്ന ഒരു സമയത്ത് അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു ഒരു ചെറിയ കേക്കുമായി അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി. അവൾ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി എന്നൊക്കെ പറഞ്ഞ് അവനോട് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ അവൻ അവളെ ഇഗ്നോർ ചെയ്യാനായി തോന്നുന്നില്ല. പക്ഷെ അപ്പോഴേക്കും മഴ പെയ്യാനായി തുടങ്ങുന്നുണ്ട്. രണ്ടുപേരും മഴ നനയാതിരിക്കാൻ ഈ വലിയ പൈപ്പില്ലേ അതിനകത്തേക്ക് കയറിയിരിക്കുന്നു. പുറത്ത് നല്ല മഴ, പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ടുപേര്. എന്തായാലും അവിടെ ചെറിയ ഒരു കിസ് നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ചെങ്ങിന്റെ കൂടെ അവന്റെ ഡോഗ് ഉണ്ടായിരുന്നു. അതിനാകെ വയ്യാഴിക വന്നത് അപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. വേഗം ആ ഡോഗിനെ എടുത്ത് ആ മഴയത്ത് അവർ ഓടുന്നുണ്ട്. പക്ഷെ അന്ന് വെറ്റിനറി ഹോസ്പിറ്റൽ ഒന്നും തന്നെ അവിടെ ഓപ്പൺ ആയിരുന്നില്ല. ഡോഗിന് തീരെ വയ്യ, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്ന വാങ് വേഗം തന്നെ സോങ്ങിനെ ഫോൺ ചെയ്ത് ഒരു സഹായം ചോദിക്കുന്നു. അവൾ എന്ത് ചോദിച്ചാലും ആ
നിമിഷം ചെയ്യാൻ റെഡി ആയിട്ടുള്ള സോങ് വേഗം തന്നെ വെറ്റിനറി ഹോസ്പിറ്റലൊക്കെ ക്ലോസ് ആണെങ്കിലും ഒരു വെറ്റിനറി ഡോക്ടറിന്റെ വീട്ടിലേക്ക് ചെന്ന് പുള്ളിക്കാരനെ കരഞ്ഞ കൈയും കാലും പിടിച്ച് ആ ഒരു ഡോഗിനെ ട്രീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. പക്ഷെ അവിടെ കൊണ്ടുവരുമ്പോഴേക്കും സമയം ഏറെ കഴിഞ്ഞിരുന്നു. ഡോഗ് മരണപ്പെടുകയാണ്. വളരെ നാളുകളായി തന്റെ കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയായിരുന്ന ഒരു മനുഷ്യ സുഹൃത്ത് എന്ന രീതിക്ക് കെയർ ചെയ്ത് സംസാരിച്ചിരുന്ന ആ ഒരു ഡോഗ് കൂടെ ഇപ്പോ ഇനിയില്ല. നിരന്തരമായി തനിക്ക് അതിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ചെങ്ങിനെ ആകെ അപ്സെറ്റ് ആക്കുന്നുണ്ട്. അവനാകെ തകരുമ്പോ അവനെ ആശ്വസിപ്പിക്കാനായി വാങ്ങും നല്ലവണ്ണം പാടുപെടുന്നു. അങ്ങനെ ചെങ്ങിനെ വാങ്ങും കംഫോർട്ട് ചെയ്തിരിക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് സത്യത്തില് സോങ് ആണ് തകരുന്നത്. താൻ എത്രത്തോളം ശ്രമിച്ചാലും അവൾ അവനെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന ഒരു തിരിച്ചറിവും അവിടെ സോങ്ങിന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അവൻ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവന്റെ അമ്മ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയാകട്ടെ ഇവിടെ അങ്ങനെ നിൽക്കാൻ വന്നതല്ല, ഒരു ബിസിനസ് ആവശ്യത്തിന് വന്നതാണ്, ഉടനെ തിരിച്ചു പോകും, അവന് കൂടെ ചെല്ലണമെന്ന് അവനോട് പറയുമ്പോൾ മുത്തശ്ശൻ അതിന് മറുപടി പറയുന്നു. ചെങ് ഒരിക്കലും അവന്റെ അമ്മയുടെ കൂടെ പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവൻ ഈ സ്ഥലവും ഇവിടെയുള്ള ആളുകളുമാണ് ഇഷ്ടമെന്ന് അറിയാവുന്ന മുത്തശ്ശൻ അങ്ങനെ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. നിന്റെ അമ്മയ്ക്ക് അസുഖം കൂടി വരികയാണ്, സാധാരണ ഒരു അസുഖമല്ല, മറവി രോഗമാണ്, എനിക്ക് ഒറ്റയ്ക്ക് നോക്കാനായി ബുദ്ധിമുട്ടുണ്ട്, അവനെ ഇവിടെ നിർത്തണമെന്ന് അവനെ കൊണ്ടുപോകാതിരിക്കാനായി ഒരു എക്സ്ക്യൂസ് മുത്തശ്ശൻ പറയുന്നു. ആക്ച്വലി മുത്തശ്ശന് മുത്തശ്ശിയെ നോക്കാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ചെങ്ങനെ കൊണ്ടുപോകാതിരിക്കാനായി ഈ ഒരു കാര്യം പറഞ്ഞാൽ അവന്റെ അമ്മ സമ്മതിച്ചാലോ എന്ന രീതിക്ക് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശൻ എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് മനസ്സിലാക്കാതെ അമ്മയാട്ടെ ഈ മുത്തശ്ശിയെ നിരന്തരമായി നിർത്താനായി ഒരു നഴ്സിംഗ് ഹോം സെർച്ച് ചെയ്യാണ്. മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ അമ്മ എനിക്കൊരു ബാധ്യതയല്ല, അവൾ എന്റെ ഭാര്യയാണ്, ഞാൻ മരിക്കുന്നത് വരെ അവളെ ഞാൻ നോക്കും. ഞാനിപ്പോ നിന്നോടൊരു കാര്യം പറഞ്ഞത് അത് എന്തിനാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇല്ലാതെ നീ അവൾ എനിക്ക് ശല്യമാണെന്ന മട്ടില് നിരന്തരമായി അവളെ പറഞ്ഞു വിടാനായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് മകളോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മകളും തമ്മിൽ അവിടെ വഴക്കാകുമ്പോൾ മുത്തശ്ശൻ തനിക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കുന്നില്ല. വെറുതെ താൻ കാരണം ഇവർക്കിടയിൽ ഒരു പ്രശ്നം വേണ്ട ഈ സാഹചര്യത്തിൽ എന്ന് തോന്നുന്ന ചെങ്ങ് ഒന്ന് നിർത്തുമെന്ന് അവരോട് ആക്രോശിക്കുന്നു. അമ്മയുടെ കൂടെ ഞാൻ വരാം, ഇതൊന്ന് അവസാനിപ്പിക്കുന്നു അവിടെ പറയുന്നുണ്ട്. മുത്തശ്ശൻ തന്നെ ഇവിടെ പിടിച്ചു നിർത്താനായി നോക്കി. അമ്മ പിന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയും രണ്ടിടങ്ങളിലാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യം പോകരുത് എന്നതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്. കാരണം മുത്തശ്ശൻ എന്തിനാണ് അത് പറഞ്ഞതെന്ന് അവൻ അറിയാലോ. തുടർന്ന് അവൻ അമ്മയുടെ കൂടെ പോകാനായി തീരുമാനിച്ച കാര്യം വളരെ വിഷമത്തോടെയാണെങ്കിലും വാങ്ങിനെ അറിയിക്കുന്നു. അവൾ ആദ്യം ചെങ്ങ് ഇതൊക്കെ പറയുമ്പോൾ അവൻ തമാശ പറയുകയാണ് എന്നാണ് വിചാരിക്കുന്നതെങ്കിലും സീരിയസ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പക്ഷെ പോകാതെ അവന് വേറെ ചോയ്സ് ഇല്ല എന്ന് മനസ്സിലാക്കുന്ന അവൾ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നു. പോയാലും ഇവർക്ക് സോഷ്യൽ മീഡിയ വഴി കോണ്ടാക്റ്റിൽ ഉണ്ടാവാം എന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും രണ്ടിടങ്ങളാണ്, രണ്ട് രാജ്യങ്ങളാണ്, രണ്ട് ടൈം സോണാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭയങ്കരമായ ബുദ്ധിമുട്ട് ഇവർക്കിടയിലെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും രണ്ടിടങ്ങളിലാകുന്നുണ്ടെങ്കിലും പരമാവധി കോണ്ടാക്റ്റിൽ ഉണ്ടാവാനായി നോക്കുന്നു. പക്ഷെ വർഷങ്ങൾ കടന്നു പോകുന്നതിനനുസരിച്ച് മുന്നേ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇവർക്ക് പരസ്പരം കാണാൻ പറ്റാത്തതും നേരിട്ട് പരസ്പരം സമയം ചെലവഴിക്കാൻ പറ്റാത്തതും അവരുടെ റിലേഷൻഷിപ്പിനെ പതിയെ പതിയെ ബാധിക്കാനായി തുടങ്ങുന്നു. ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിൽ പോകുമ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ഈ കോണ്ടാക്ട് പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് അവർ മനസ്സിലാക്കുന്നുണ്ട്. പലരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മനസ്സിലെ ഇഷ്ടം സത്യസന്ധമാണെങ്കിൽ അങ്ങനെ ഫേഡ് ആവില്ല എന്ന് പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോയ് ഫ്രണ്ട് അടുത്തുള്ളതും ദൂരെയുള്ളതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണെന്നൊക്കെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 10 വർഷങ്ങൾ അപ്പോഴേക്കും കടന്നു പോകുമ്പോഴേക്കും ഇവരുടെ റിലേഷൻഷിപ്പ് ഒരു അവസാനത്തിലേക്ക് എത്തിയ കണക്കുണ്ടായിരുന്നു. ഇപ്പോ അതൊക്കെ മറന്ന് കരിയറിലേക്കായിരുന്നു വാങ് അപ്പോഴേക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവൾ വലിയൊരു കോസ്മെറ്റിക് കമ്പനിയുടെ തലപ്പത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഹൈസ്കൂളിന്റെ അവസാനമായപ്പോഴാണ് ചെങ്ങ അവളോട് ബായ് പറഞ്ഞ അമ്മയുടെ കൂടെ പോയത്. കോളേജ് ഉടനീളവും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. ഇപ്പോ ജോലിക്ക് കയറിയിട്ടും നോക്കി. പക്ഷെ ഇപ്പൊ അത് ഒരു എൻഡിൽ എത്തിയിട്ടും ഇത്രയും വർഷങ്ങൾ 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവൾ അവനെ മറന്ന് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായി തയ്യാറായിട്ടില്ല. അവനുമായിട്ട് അങ്ങനെ കോൺടാക്ട് ഇല്ലാതെ എന്നാൽ മനസ്സിങ്ങനെ തന്നെ അവൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഇരിക്കെ അവളുടെ ഒരു ഫ്രണ്ടിന് വെഡിങ് ഡേ എത്തുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അവളുടെ റിലേഷൻഷിപ്പിനെ കാര്യങ്ങളെ പറ്റി അറിയാം. ഇവര് ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വിവാഹിതരായി. ഇനിയിപ്പോ ഒരു ഗ്യാങ്ങില് വാങ് മാത്രമേ കല്യാണം കഴിക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് അവളുടെ കല്യാണം, എന്താണ് അവളുടെ തീരുമാനം എന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു ഉത്തരം അവൾക്ക് കൊടുക്കാനായില്ലെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകാം എന്ന് തന്നെ കരുതുന്നു. ഈ ഒരു കാലയളവിൽ ഒരിക്കൽ പോലും വിദേശത്തേക്ക് അമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്ന ചെങ്ങിന് നാട്ടിലേക്ക് മടങ്ങിയെത്താനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോ ആകെ മനസ്സ് തകർന്നവൾ ഇനി മുന്നോട്ട് എന്താണ് തന്റെ റിലേഷൻഷിപ്പിന്റെ ഭാവി എന്നത് അറിയാതെ ഒരിക്കൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഷെയർ ചെയ്ത് യൂസ് ചെയ്തിരുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ തുറന്നു നോക്കുന്നു. ഇവരുടെ ഹൈസ്കൂളിൽ ഒന്നിച്ചുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ അവൾ കാണുകയാണ്. ആ ഒരു സമയത്ത് അവൻ സംസാരിക്കുന്ന കണക്കൊരു ശബ്ദം കേൾക്കുന്നവൾ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ചെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. ആക്ച്വലി ഇന്ന് അവളുടെ ഈ ഒരു ഫ്രണ്ടിന്റെ വെഡിങ്ങിന് അവൻ എത്തണം. തന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ പാർട്ട്നേഴ്സുമായി ഒരു വെഡിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇവനും കൂടെ വരണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ അതിനെപ്പറ്റി അവനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവൻ എത്തോ ഇല്ലോ എന്ന് അവൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. ആ വെഡിങ് കഴിഞ്ഞു അവൻ വരാതാകുമ്പോൾ അവൻ ഇനി എത്തില്ല, തന്റെ ലൈഫിൽ നിന്ന് അവൻ പോയി എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു സമയത്താണ്, അപ്സെറ്റ് ആയിരിക്കുന്ന ഒരു സമയത്താണ് അവനിപ്പോ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അത് അവളെ ഭയങ്കരമായി ഇമോഷണൽ ആക്കുന്നുണ്ട്. ഇവർക്കിടയിലെ സമയവും കാലവും ദൂരവും ഒക്കെ ഒരുപാട്
അകൽച്ച ഉണ്ടാക്കിയെങ്കിലും രണ്ടുപേരുടെ മനസ്സിൽ നിന്ന് അവർ വിട്ടുകളയാതെ അവരുടെ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒന്നിച്ച് മുന്നോട്ട് പൊക്കൂടെ, എല്ലാ കാര്യങ്ങളെയും സോർട്ട് ചെയ്ത് മുന്നോട്ട് പൊക്കൂടെ എന്ന് സംഭവിച്ച എല്ലാ അകൽച്ചകളെയും മറന്ന് ഒന്നിച്ച് പോകുന്നതിനെ പറ്റി അവൻ ചോദിക്കുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാനായി അവൾക്കുണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവള് ഇവർക്കിടയിൽ പതിയെ പതിയെ മിണ്ടാനോ കാണാനോ ഒന്നും സമയമില്ലാതെ വന്ന ഒരു ടൈം ഇത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോയത്. പക്ഷെ ഇങ്ങനെ അവൾ മുന്നോട്ട് ഇത് കൊണ്ടുവന്നത് അവനെ തന്നെ വേണമെന്ന ആഗ്രഹം കൊണ്ടാണ്. അതേ കണക്കായിരുന്നു അവനും. അതുകൊണ്ട് തന്നെ അവരങ്ങനെ ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ചെങ് വാങ്ങിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഇവർക്കിടയിൽ കോണ്ടാക്ട് ഇല്ലാതെ മാറി അവൻ അമ്മയുടെ കൂടെയൊക്കെ ദൂരെ പോയൊക്കെ ശേഷമാണ് വാങ്ങും പേരൻസിനെ നഷ്ടപ്പെട്ട സോങ്ങും പിന്നീട് ഫ്രണ്ട്സ് ആയി മാറിയത്. സോങ്ങും വാങ്ങിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ അവൾക്ക് അവനൊരു ബ്രദർ കൈൻഡ് ഫിഗർ മാത്രമായിരുന്നു. പിന്നീടാണ് അവൾ ചെങ്ങിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരുമായി റിലേഷൻഷിപ്പ് അങ്ങനെ മുന്നോട്ട് പോയത്. അപ്പോഴും അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി സോങ്ങും ഇവരുടെ റിലേഷൻഷിപ്പിന് ഒരു തടസ്സമാവാതെ അവളുടെ സന്തോഷങ്ങൾക്കായി മാറിപ്പോയിരുന്നു. ഇവിടെ അങ്ങനെ ഇവരുടെ പ്രണയം ഒന്നിക്കുമ്പോൾ തീർച്ചയായും സോങ്ങിനെ പറ്റി പിന്നീട് കഥയിൽ സൂചിപ്പിച്ചില്ലെങ്കിലും അവനും നല്ലൊരു ലൈഫ് തന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവനും ഒരു ഹാപ്പി എൻഡിങ് ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.